നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്നു. അത് വാഹനം മോശമാണെങ്കിൽ അത് പറയാം, സർവീസ് മോശമാണെങ്കിൽ അത് പറയാം, നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് പറയാം. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ റാപ്പിഡ് ഫയറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലമേ നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ടൂർമാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ട്രാവൽ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ചിലർ ചേർന്ന് രൂപീകരിച്ച ഒരു കമ്പനിയാണ് ടൂർമാക്സ്. ഇപ്പോൾ ടൂർമാക്സ് ധാരാളം ട്രാവൽ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാവുന്നത് ഹിമാലയൻ ഒഡിസി സീസൺ 1 ആണ്. ഹിമാലയം എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലനിരകളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മലനിരകളാണ്. പർവ്വതങ്ങൾ, എവറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇത് പല രാജ്യങ്ങളായിട്ട് പരന്നു കിടക്കുന്നു. ഹിമാലയൻ ഒഡിസിയിൽ പ്രധാനമായിട്ടും 5 സ്ഥലങ്ങളാണ്. ആദ്യത്തേയും രണ്ടാമത്തേയും 2 വിദേശ രാജ്യങ്ങളെന്ന് പറയാം, നേപ്പാളും ഭൂട്ടാനും. മറ്റൊന്ന് ഇന്ത്യയിലാണെങ്കിൽ ലഡാക്ക്, കാശ്മീർ, അതുപോലെ സിക്കിം, ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നൊരു യാത്രയാണിത്. അങ്ങേയറ്റം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡുകളാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങളിത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ യാത്ര അതോടൊപ്പം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഫ്രീ യാത്ര എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കുളു മനാലി യാത്രയാണ്. അതിൻ്റെ ലാൻഡ് കോസ്റ്റ് എല്ലാം കമ്പനി ബെയർ ചെയ്യും. അതായത് ചണ്ഡീഗഡിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ 4 nights 5 days വരുന്ന പാക്കേജ് നിങ്ങൾക്ക് ഇതോടൊപ്പം ഫ്രീ ആയിട്ട് കിട്ടും. തിരിച്ച് ചണ്ഡീഗഡിൽ കൊണ്ടുവന്ന് വിടുന്നത് വരെയുള്ള എല്ലാ കാഴ്ചകളും കാണിച്ച് കൊണ്ടുവരുന്ന വരെയുള്ള അത്രയും പാക്കേജ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ജൂണിലും ജൂലൈയിലും ഒക്കെ ആയിട്ട് ഡിപ്പാച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ഹിമാലയൻ ഒഡിസിയുടെ. പക്ഷേ അതിനപ്പുറത്തേക്കുമുണ്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്നൊരു പരിപാടിയാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത്തരം തണുത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ മലയാളികൾക്ക് ഇപ്പോൾ തണുത്ത ഡ്രസ്സൊന്നും കയ്യിൽ കരുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയുമില്ല. പക്ഷേ ടൂർമാക്സ് നിങ്ങൾക്ക് തണുപ്പിന് പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ട്രാവൽ ട്രോളി ബാഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ട് തരും നിങ്ങളത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ. ഈ ഒരു മാസം ബുക്ക് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു കുളു മനാലി യാത്ര ഫ്രീ ആയിട്ട് കിട്ടുന്നത്. കൂടാതെ ഈ മാസം ബുക്ക് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കിട്ട ഒരാൾക്ക് ഒരു തായ്ലൻഡ് യാത്രയും സൗജന്യമായിട്ട് കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ മനോഹരമായ ഹിമാലയം കാണാൻ വേണ്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഹിമാലയൻ ഒഡിസി സീസൺ 1. അപ്പോൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക, ഇത്തരം ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. മാരുതിയുടെ വാഹനങ്ങളിലെ ഏറ്റവും അധികം ബിൽഡ് ക്വാളിറ്റിയുള്ള ക്രാഷ് ടെസ്റ്റിലൊക്കെ എപ്പോഴും വലിയ വലിയ പോയിൻറ്റുകളൊക്കെ നേടുന്നൊരു വാഹനമാണ് ബ്രസയുടെ കാര്യത്തിൽ ബ്രസ അടുത്ത കാലത്ത് വന്നപ്പോഴത്തേക്കും ടോട്ടലി മാറിയാണ് വന്നത്. എല്ലാ തരത്തിലും സാങ്കേതികമായിട്ടായാലും വീണ്ടും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന വാഹനമാണ്. പക്ഷേ ഈ വാഹനത്തിന് ധാരാളം എതിരാളികളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ബ്രസ വാങ്ങിച്ചതെന്നാണ് നമുക്ക് ഇന്നത്തെ ഓണറോട് ചോദിക്കാനുള്ളത്. നമസ്കാരം. നമസ്കാരം. പേര്? അജീഷ്. എന്ത് ചെയ്യുന്നത് അജീഷ്? കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, പിന്നെ അപ്പാർട്ട്മെന്റ് റെന്റൽ ബിസിനസ് ഉണ്ട്, കൺസൾട്ടേഷൻ സർവീസ് ഉണ്ട്. 3 പരിപാടികളുണ്ട്. ഇവിടെ തന്നെയാണോ? കൊച്ചി ബേസ്ഡാ? അതെ, കൊച്ചി ബേസ് ആണ്. അപ്പോൾ ധാരാളം ഓട്ടോ ഉള്ള ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. വർക്ക് പരമായിട്ട് അധികം ഓട്ടം ഞാൻ ഈ ലോക്കൽ എറണാകുളത്ത് മാത്രമേ വർക്ക് പിടിക്കുന്നുള്ളൂ. ലോങ് ഒന്നും വർക്ക് പിടിക്കുന്നില്ല. വണ്ടിയുടെ യൂസ് ശരിക്കും പറഞ്ഞാൽ യാത്രകൾ പോകും. മാസം ഒരു 2 യാത്ര എന്താണേലും പോവും. അപ്പോൾ അതാണ് മെയിനായിട്ട് വണ്ടി കൊണ്ടുള്ള ഉപയോഗം. ഈ യാത്രകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഏത് ദൂരം വരെയുള്ള യാത്രകളൊക്കെയാണ്? ഒരുപാട് ദൂരം പോകണമെന്നില്ല. നമ്മുടെ വർക്കിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് ഭയങ്കര പ്രഷറുള്ള വർക്കാണ്. അപ്പോൾ ഒരു ബ്രേക്ക്, മാസത്തിൽ 2 ബ്രേക്ക് തീരുമാനിച്ചിട്ടുണ്ട്. ആ ബ്രേക്ക് എടുത്താലേ നമുക്കൊരു റീചാർജ് വരുള്ളൂ. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ കൊടൈക്കനാൽ, വയനാട് വരെ പോവും. ഇല്ലെങ്കിൽ വാഗമൺ, മൂന്നാർ, അത് നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. ഹിൽ സ്റ്റേഷനാണ് മെയിൻ. നല്ലൊരു ഡ്രൈവ് കിട്ടും. ഏർലി മോർണിംഗ് പോകും, ഒരു 5-5:30 മണിയാകുമ്പോൾ പോകും. അപ്പോൾ തിരക്കില്ലാതെ നല്ലൊരു ഡ്രൈവ് കിട്ടും. പിന്നെ അവിടെ പോയി സമാധാനമായിട്ട് എവിടെയെങ്കിലും നല്ലൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യും, റീചാർജ് ആയിട്ട് തിരിച്ചു വരും. അപ്പോൾ അതിന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം ബ്രസയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്രസയെ പറ്റി അല്ലെങ്കിൽ മാരുതിയെ പറ്റി കുറേ പരാതികളും മറ്റ് ബിൽഡ് ക്വാളിറ്റി പ്രശ്നമൊക്കെ ആൾക്കാർ പറയുന്ന ഒരു സാഹചര്യത്തിലും എന്തുകൊണ്ടാണ് ബ്രസ വാങ്ങിച്ചത്? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതിപ്പോൾ എൻ്റെ 6ാമത്തെ വണ്ടിയാണ്. ഇതിനകത്ത് ഇപ്പോൾ 98-ൽ മാരുതി 800 ആയിരുന്നു നമ്മുടെ ആദ്യത്തെ വണ്ടി. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ബലേനോ ആയിരുന്നു ഇതിന് മുമ്പത്തെ വണ്ടി, ഓട്ടോമാറ്റിക്. പിന്നെ നമ്മളിപ്പോൾ ബ്രസ എടുത്തു. ഉപയോഗിച്ച വണ്ടികളിൽ ഒരു കുഴപ്പങ്ങളൊന്നുമില്ലാത്തത് എനിക്ക് മാരുതിയായിട്ട് ഫീൽ ചെയ്തത്. സർവീസ് കോസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ഓരോ വണ്ടിയും വിറ്റിട്ടാണ് അടുത്തേക്ക് എത്തുന്നത്? ഒരു വണ്ടിയാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ബലേനോ വിറ്റ് കഴിഞ്ഞിട്ട് SUV-ലേക്ക് ആകാമെന്ന് തീരുമാനിച്ചു അല്ലേ? അപ്പോൾ വേറെ ഏതെങ്കിലും ഈ സെഗ്മെന്റിൽ ധാരാളം ഞാൻ ഈ പറഞ്ഞ മോഡൽസ് ഉണ്ട്, ഏതെങ്കിലും ഓടിച്ച് നോക്കിയിരുന്നോ? അതോ മാരുതി അന്ധമായി അങ്ങ് വിശ്വസിച്ച് ഇത് എടുക്കുമായിരുന്നോ? ഇല്ല, ഞാൻ നെക്സോൺ XUV 300, പിന്നെ കൈഗർ, മാഗ്നൈറ്റ്, പിന്നെ സോണറ്റ്, ഈ വണ്ടികളെല്ലാം പോയി ഓടിച്ചു നോക്കിയപ്പോഴത്തേക്കും എല്ലാം ഓടിച്ചു നോക്കിയായിരുന്നു. അതെ. അപ്പോൾ കൂട്ടത്തിൽ എനിക്ക് ബ്രസയാണ് കുറച്ചും കൂടി യാത്രാസുഖം. മറ്റേതൊക്കെ ഇതിനും ഹാർഡ് സസ്പെൻഷൻ ആണ്. അത് SUV-ക്ക് എല്ലാത്തിനും അത്
ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി ഒരു യാത്രാസുഖവും പിന്നെ ഓവറോൾ പാക്കേജ് നോക്കുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ സേഫ് ആണല്ലോ. മാരുതി ആകുമ്പോഴത്തേക്ക് ഇത് 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. പിന്നെ മാരുതിയിൽ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, എപ്പോൾ വിറ്റാലും കാശാണ്. എന്താണെങ്കിലും നമ്മളൊരു 2-3 വർഷം കഴിയുമ്പോൾ ഇതും കൊടുക്കും. അപ്പോഴും നമുക്ക് നല്ലൊരു മാർക്കറ്റ് പ്രൈസ് കിട്ടുകയും ചെയ്യും മാരുതി ആണെങ്കിൽ. അപ്പോൾ ഈ ബലേനോ ഉപയോഗിച്ച് കഴിഞ്ഞ് ബലേനോ വെച്ചാൽ പഴയ മറ്റേ ഇപ്പം ഉള്ള മോഡലിന് ആദ്യകാലത്തെ മോഡലായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ വളരെ കുറവാണ്. അതെ. അതിനുശേഷം ഇതിലേക്ക് വന്നപ്പോൾ ഇത് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ആ ഒരു മാറ്റം? ഫീച്ചേഴ്സിനും സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ശരിക്കും അപ്ഗ്രേഡ് ചെയ്തത്. ബെറ്ററായിട്ട് തോന്നി. ആക്ച്വലി ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ഇതുവരെ കാറുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ i20 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഹോണ്ട സിറ്റി ആയി, പിന്നെ ബലേനോ ഓട്ടോമാറ്റിക് ബലേനോ ആണ് നമ്മൾ സ്വിച്ച് ആയത്. ഇത് ഓട്ടോമാറ്റിക് തന്നെ എടുത്ത്, കാരണം വൈഫും വണ്ടി ഓടിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് സസ്പെൻഷൻ സൈഡ്, SUVs, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ പല യാത്രകൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ റിസോർട്ടുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മോശമായ റോഡുകൾ, കുറച്ച് ഓഫ് റോഡ്, സെമി ഓഫ് റോഡൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ബലേനോ നമുക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. അങ്ങനെയാണ് SUV എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും SUV-ലെല്ലാം ഉണ്ട്, പക്ഷേ യാത്രാസുഖം ഇപ്പോഴും കാറുകൾക്കാണ്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ സെഡാനുകളൊക്കെ ഉപയോഗിച്ച ആൾക്കാർക്ക് പലപ്പോഴും ഇതിൻ്റെ പിൻഭാഗത്തൊക്കെ ഇരിക്കുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ട് തോന്നും. SUV-ക്ക് SUV-യുടേതായ ചില ഗുണങ്ങളുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി കാണും? ഇതിപ്പോൾ ഒരു 11,000 കിലോമീറ്റർ ഓടി. സർവീസ് കഴിഞ്ഞു? തേർഡ് സർവീസ് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു സർവീസ് കോസ്റ്റ് ഒക്കെ എന്തെങ്കിലും വന്നോ? 3,000 സംതിങ് ആയുള്ളൂ എനിക്കെല്ലാം കൂടി. അതാണ് മാരുതിയുടെ ഒരു അഡ്വാൻറ്റേജ്. അതായത് ഓയിൽ ചേഞ്ച്, ഫിൽറ്റർ ചേഞ്ച് അല്ലാതെ വേറെ സെൻസേഴ്സ് പോലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ 5 ഇയർ ഇപ്പം എന്താണെങ്കിലും വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. എവിടെയാണ് സർവീസ് ചെയ്യുന്നത്? ഞാൻ മൈജോ, നമ്മുടെ ഇവിടെ കുണ്ടന്നൂർ. ഹാപ്പിയാണോ അവരുടെ സർവീസ്? എല്ലാം നല്ല ഹാപ്പിയാണ്. മൈലേജ് എന്ത് കിട്ടുന്നുണ്ടോ നോക്കിയിട്ടുണ്ടോ? മൈലേജ് ഡിപ്പെൻസ്, നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. സിറ്റിയിൽ എനിക്കൊരു 13 ഒക്കെ കിട്ടുന്നുണ്ട്, പിന്നെ ഹൈവേ ഒരു 19 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഹൈബ്രിഡ് ആയത് കാരണം, പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് ഓടിക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അത് നല്ല പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ മൈലേജ് ഡ്രോപ്പ് ആവുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതെ. എന്താണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? ഇഷ്ടപ്പെട്ട ഫീച്ചർ ശരിക്കും ഇതിൻ്റെ ആ ഒരു ഹൈ സീറ്റിംഗ് പൊസിഷനും വിസിബിലിറ്റി, പിന്നെ എൻജിൻ. ആക്ച്വലി ഞാൻ ഈ ഓടിച്ചു നോക്കിയ എൻജിനുകളെല്ലാം 3 സിലിണ്ടർ 1000cc 1200cc. അപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബലോനും 1200cc 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ നമുക്കൊരു അപ്ഗ്രേഡ് ആയിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഇത് ഈ വണ്ടി മാത്രമാണ് 1500cc 4 സിലിണ്ടറിൽ വരുന്ന ഈ കോമ്പാക്ട് SUV-ൽ. അപ്പോൾ എഞ്ചിൻ ഭയങ്കര റിഫൈൻഡാണ്. ഇത് ഓണാണെന്ന് പോലും ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ വിട്ടുപോകും. ശരിക്കും ഈ 3 സിലിണ്ടർ 4 സിലിണ്ടർ വ്യത്യാസം തോന്നിയോ ഓടിച്ചപ്പോഴൊക്കെ? ഓടിക്കണേന് മുന്നേ തോന്നും. നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്ത് തുടങ്ങും. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. സൗണ്ടും വൈബ്രേഷനും ഒക്കെ 3 സിലിണ്ടറിന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ സ്വിഫ്റ്റിൻ്റെ വീഡിയോ ചെയ്തപ്പം സ്വിഫ്റ്റിൻ്റെ 4 സിലിണ്ടർ 3 സിലിണ്ടർ എഞ്ചിനാണ് ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അതാണ്, ഇനിയിപ്പോൾ ഞാൻ എടുക്കില്ല 3 സിലിണ്ടർ ആയി എന്നാണ്. അപ്പം അത് ശരിക്കും ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനി 3 സിലിണ്ടർ കാലമാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പം എല്ലാവരും 4 സിലിണ്ടറൊക്കെ ഉപേക്ഷിച്ച് 3 സിലിണ്ടറിലേക്ക് മാറുന്നുള്ള സംശയമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും 2-3 വർഷത്തേക്ക് ബ്രസ് തന്നെയാണ്. 3 വർഷത്തേക്ക് എന്താണെങ്കിലും ബ്രസ് ചെയ്തിരിക്കുകയില്ല. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് മറ്റൊരു SUV ഉണ്ട് മാരുതിക്ക്, അത് നോക്കിയിട്ടില്ല? ജിംനി. പ്രത്യേകിച്ച് എപ്പോഴും ഈ ഹൈ റേഞ്ച് ഒക്കെ ഓടിക്കുന്ന ആളായതുകൊണ്ട് അത് നോക്കിയിട്ടേ ഇല്ല അല്ലേ? എനിക്ക് ജിംനി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, അത് എന്തോ കുറച്ചും കൂടി ഞാൻ പറയും ബലൂൺ കുറച്ചും കൂടി ഒന്ന് വീർപ്പിച്ചായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. ഓവറോൾ ഷേപ്പൊക്കെ നല്ലതായിരുന്നു, ഇച്ചിരി ചെറുതായി പോയത് കാഴ്ചയിൽ. പിന്നെ ഞാൻ കേട്ടെടുത്തോളം അതൊരു ഓഫ് റോഡ് വെഹിക്കിളാണ്. 80 ടയേഴ്സൊക്കെ വരുമ്പോൾ കംഫർട്ട് ലെവൽ ഇച്ചിരി കുറവായിരിക്കും. എനിക്ക് കംഫർട്ട് ഇതിന് തന്നെ പോരാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് വേറെ നോക്കിയൊന്നുമില്ല. ഞാൻ ഈ ഒരു കാറ്റഗറിയിലെ വണ്ടികളാണ് നോക്കിയത്. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ബ്രസ കസ്റ്റമറാണ്. ബ്രസ നമ്മൾ ആദ്യമായിട്ട് ഈ പറഞ്ഞ മാരുതി നമ്മളെ കൊണ്ട് ഓടിപ്പിച്ച സമയത്തൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു വണ്ടി. നല്ല സ്മൂത്താണ്, ഗംഭീര. അത് ഗോവയിലായിരുന്നു ഇതിൻ്റെ ഡ്രൈവ്, എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇപ്പോൾ അജീഷ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മളും ഈ ഒരു ഹാച്ച് ബാക്കിൽ നിന്നും അല്ലെങ്കിൽ സെഡാനിൽ നിന്നും ഒരു മൈഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സസ്പെൻഷനൊക്കെ ഒരു സെഡാൻ്റെ സസ്പെൻഷനോടൊന്നും ഒപ്പം നിൽക്കില്ല എന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞതിന്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, മാരുതിയാണ് പീസ് ഓഫ് മൈൻഡ് ഉണ്ടെന്ന്. എനിക്ക് ആ ഒരു വാചകമാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക എനിക്ക് ആകർഷിച്ച ഘടകം. കാരണം വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു മാരുതി ഉണ്ടാവും. ഇപ്പോൾ 2 മാരുതിയുണ്ട്, ബലേനോയും ഉണ്ട്, എൻ്റെ ജിംനിയുണ്ട്. അപ്പം അതുപോലെ എപ്പോഴും മാരുതി കൊണ്ടു നടക്കുന്നു. മറ്റ് ബ്രാൻഡുകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിലും മാരുതി എന്ന് പറയുന്ന തലവേദന ഒരിക്കലും ഉണ്ടാക്കില്ല. പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. അത് തന്നെയാണ് ഇപ്പം അജീഷും പറഞ്ഞത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹാപ്പി മോട്ടറിങ്. താങ്ക് യു സർ.
നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കൂടെ ഒരു ജിംനി ഓണർ ഉണ്ടായിരുന്നു. ഈ ആഴ്ചയിലും ഒരു ജിംനി ഓണറുണ്ട്. കൂടാതെ എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ കൂടെ ഒരു ജിംനി ഓണർ ഉണ്ട്. അത് ഞാനല്ലാതെ മറ്റൊരാളെ കൂടി ഇന്ന് പരിചയപ്പെടുത്തിയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? എൻ്റെ പേര് രാജേഷ് എന്നാണ്. എന്ത് ചെയ്തു? ഞാൻ ഫാബുലക്സ് ഇന്റീരിയേഴ്സ് എന്നൊരു കമ്പനിയിലാണ്. തൃശ്ശൂർ ബേസ്ഡ് ഒരു വർണ്ണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. അവരൊരു പുതിയൊരു വിഷയം വന്നതാണ് ഫാബുലക്സ് ഇന്റീരിയേഴ്സ്. അവിടെ കൊച്ചിയിലാണ് ഫസ്റ്റ് ഷോറൂം വരുന്നത്. ഓബ്രോൺ മാളിൻ്റെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ഷോറൂം വരുന്നത്. അതായത് മറ്റേ ഈ ഇന്റീരിയറിലേക്ക് വേണ്ട കാര്യങ്ങൾ മോഡുലാർ ഫർണിച്ചർ എല്ലാം വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഹോം ഇന്റീരിയർ നീഡ്സ് എന്നുള്ള ഒരു ടാഗ് ലൈനിലാണ് നമ്മൾ വരുന്നത്. എവിടെയാണ് വരാൻ പോകുന്നത്? ഇത് ഓബ്രോൺ മാളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയഗണി ഓപ്പോസിറ്റ് ആയിട്ട് വോൾവോ ഷോറൂമിന് നെക്സ്റ്റ് ബിൽഡിംഗ്. ശരി, ഓക്കെ. അപ്പോൾ ടാറ്റയുടെ അടുത്ത്. അപ്പം ഇനി ചോദ്യം ഇതാണ്, അതായത് ധാരാളം ഓപ്ഷൻസ് SUV ഉള്ളപ്പോൾ എന്തുകൊണ്ട് ജിംനിയിലേക്ക് എത്തി? ജിംനി സത്യം പറഞ്ഞാൽ ഒരു ഗ്ലോബലി ഒരു പ്രൂവൺ വണ്ടിയായിരുന്നു. ഞാൻ പണ്ട് ജിപ്സി ഓടിച്ചിരുന്നു. എൻ്റെ ഫസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എസ്റ്റേറ്റിലായിരുന്നു. അന്നൊരു ജിപ്സി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജിപ്സി ഓടിച്ച് അങ്ങനെ ഒരു ക്രേസ് വന്നത്, ഓഫ് റോഡിൽ ഒരു ക്രേസ് വന്നത്. പിന്നെ അങ്ങനെ ഓഫ് റോഡിൽ ഞാൻ കുറേ വണ്ടി നോക്കിയിരുന്നു. അങ്ങനെ താറ് കുറേ കാലം നോക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജിംനി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ജിംനി വന്നപ്പോൾ ജിംനിയുടെ മാരുതിനോട് പണ്ട് ഒരു ഇഷ്ടം തോന്നിയത്. അങ്ങനെ ജിംനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ഈ വണ്ടി എടുക്കുന്നതിന് വേണ്ടി ഞാനൊരു 15 പ്രാവശ്യം ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ ടെസ്റ്റ് എടുക്കാറുണ്ട്. ഞാൻ തന്നെ സാറിൻ്റെ വണ്ടി ഇത് കണ്ടിരുന്നു, വീഡിയോ കണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ റെഫറൻസ് ചോദിച്ചു. അപ്പോൾ ഞാൻ റെഫറൻസ് ചോദിച്ചു. പിന്നെ അതേമാതിരി ഇങ്ങനെ ഓടിച്ച് അതിനകത്തൊരു ക്രേസായി. എടുക്കാനൊരു താല്പര്യം തോന്നിയതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അട്രാക്റ്റീവ്നെസ് തോന്നിയുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ തൊട്ട് മുമ്പ് നമ്മൾ സംസാരിച്ച ബ്രസ ഓണർ നേരെ തിരിച്ചാണ് പറഞ്ഞത്. അതായത് വളരെ ചെറിയ വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല കാഴ്ചയിലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ആൾക്കാരുടെ ആ ഒരു കാണുന്ന രീതിയിലുള്ള വ്യത്യാസം ഓരോ രീതിയിലായിരിക്കും കാണുന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതൊരു ക്യൂട്ട്നെസ് ആണ്. കാരണം ഞാൻ അധികം ഓഫ് റോഡ് ഞാൻ അത്ര പോകാറില്ലെങ്കിൽ സിറ്റി റൈഡാണ് എനിക്ക് കുറേ കൂടുതലുള്ളത്. ഓഫ് റോഡ് പോകില്ല എന്നല്ല, പക്ഷേ സിറ്റി റൈഡ് കൂടുതലുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സ്ലിപ്നെസ്സും അതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഫംഗ്ഷനാലിറ്റി ആയിട്ട് തോന്നി. താറിൽ വെച്ച് നോക്കുമ്പോൾ താറ് കുറച്ചൊരു ബൾക്കി ഒരു ഇതുമാതിരി എനിക്ക് തോന്നി. കുറച്ച് പിന്നെ ഞാൻ ടെസ്റ്റ് റൈഡ് എടുക്കുമ്പോൾ എനിക്ക് ബോഡി റോളിങ് കുറച്ച് കൂടുതൽ ബാക്കിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കോമ്പാക്ട്നെസ്, യൂണിക്നെസ്, ഒരു പിന്നെ ഗ്ലോബലി പ്രൂവൻ വേണ്ടി. പിന്നെ ഒന്നുമില്ല, നോക്കി എടുത്തു. ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു 3 മാസം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും അധികം എക്സ്പെക്ടേഷൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, സെക്കൻഡ് സർവീസ് ആവുന്നേ ഉള്ളൂ. ഏകദേശം 5000 കിലോമീറ്ററോളം ഓടിയുണ്ട്. ഓട്ടം കുറച്ച് കൂടുതലാണ്, പക്ഷേ സിറ്റിക്കകത്ത് കുറച്ച് ലാഗിങ് വരുന്നുണ്ട്. അങ്ങനെ ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കല്ല, ഞാൻ ഗിയറുള്ള വണ്ടി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി എനിക്കൊരു ലാഗിങ് വരുന്നുണ്ട്. അതർവൈസ് ഐ ആം ഹാപ്പി. പിന്നെ മൈലേജ് നോക്കാറില്ല അതിനകത്ത്, കാരണം മൈലേജ് നോക്കിയിട്ട് കാര്യമില്ല. മൈലേജ് കുറച്ച് നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ കഴിഞ്ഞ തവണ ഇപ്പോൾ ഈ ജിംനിയെ പറ്റി സംസാരിച്ച ഞാനാണെങ്കിലും എൻ്റെ അന്നത്തെ ജിംനി ഓണർ ആണെങ്കിലും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ടേണിംഗ് റേഡിയസാണ്. അത് ഫീൽ ചെയ്യാറുണ്ട്? അത് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് സിറ്റിയിൽ യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ എടുത്ത് പോകുമ്പോൾ നമ്മൾ ഒരു ടേണിംഗ് എടുക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി ബ്ലോക്കും. ഞാൻ പ്രത്യേകിച്ച് ഓബ്രോൺ മാളിൻ്റെ മുന്നിലൊക്കെ എടുത്ത് ടേൺ ചെയ്യുമ്പോൾ പറയുന്നതിൻ്റെ അടുത്ത് ചിലപ്പോൾ നിർത്തി എൻ്റെ അടുത്ത് നോക്കാറുണ്ട്. പക്ഷേ അറിയുന്നവർക്ക് അറിയാം കേട്ടോ, അത് ജിംനി ഓടിച്ച് അറിയുന്നവർക്ക് അറിയാം, തീർച്ചയായിട്ടും അറിയാം. കാരണം അതിൻ്റെ റേഡിയസ് കുറച്ച് കുറവാണ്. അല്ലെങ്കിൽ മറ്റേ പാർക്കത്തിലെ സിനിമ പറയുന്നതല്ല, നമ്മൾ കലൂർ അന്നുണ്ടാക്കിയ ബ്ലോക്കിൻ്റെ അത്രയും വരില്ല എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാരണം വെച്ചാൽ അവിടെ ആ ടേണിംഗ് വരുമ്പോൾ എപ്പോഴും ഒരു ഇത് വരാറുണ്ട്. ഞാൻ പിന്നെ പോകുന്നത് അധികം എറണാകുളം കാലിക്കറ്റ് ഞാൻ അധികം ഡ്രൈവ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ലോങ് റൂട്ട് ആകുമ്പോൾ വലിയൊരു കുഴപ്പം വരാറില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ സിറ്റിക്കകത്ത് അതൊരു ടേണിംഗ് റേഡിയസ് ഒരു കുറച്ച് ഒരു ഡ്രോബാക്ക്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയില്ല? പിന്നെ ഇതിനുള്ള വേറെ ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റിൻ്റെ ഇഷ്യൂ. മാരുതിയുടെ പുതിയ വണ്ടികളെല്ലാം ഉണ്ട് ഇഷ്യൂ. എന്തുകൊണ്ട് അവർ ആ ടെക്നോളജി അത് മാറ്റും? ഞാനതിപ്പോൾ ഒരിക്കൽ മാരുതിയുടെ ഒരു ഡ്രൈവിന് പോയപ്പോൾ അതിൻ്റെ ഇന്ത്യയുടെ സർവീസ് ഹെഡിനോട് തന്നെ ചോദിച്ചു. പക്ഷേ പുള്ളി പറഞ്ഞത് വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞു. എന്തോ ഒരു അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് അവരെ സംബന്ധിച്ചോളം വളരെ പെട്ടെന്ന് മാറ്റാവുന്ന എനിക്ക് തോന്നുന്നു. സെൻസറിന്റെ കേസേ ഉള്ളൂ. അതെ, ഇപ്പോൾ ഞാനെല്ലാം ബെൽറ്റ് ഇതേമാതിരി കൊളത്തിയിട്ടാണ് ഓടിക്കുന്നത്. കാരണം ഫ്രണ്ടിലില്ല, ഫ്രണ്ടിൽ ആ പ്രശ്നമില്ല, ഫ്രണ്ടിൽ ആരും വലിയ പ്രശ്നം, ചെറിയ ടെക്നോളജിന്റെ ചെറിയ പ്രശ്നമില്ല. അതൊരു ശല്യമാണ്, സിനിമ ഓടിക്കുമ്പോൾ ഒരു ശല്യം തന്നെയാണ്. അപ്പോൾ ഈ ദീർഘദൂരം പോയപ്പോൾ ഫാമിലി ആയിട്ട് പോയിട്ട് അവരുടെ ബാക്ക് സീറ്റ് കംഫർട്ട് ഒക്കെ അതുകൊണ്ടാണ് ബാക്ക് സീറ്റ് കംഫർട്ട്, അതുകൊണ്ടാണ് അവർക്ക് കംഫർട്ട് ആയിരുന്നു. അതൊരു ബോഡി റോളിംഗ് അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഒന്നുമില്ല. ഞാൻ എൻ്റെ പാരൻസിനെയും കൊണ്ടുപോയിട്ടുണ്ട്, കുറച്ച് ഓൾഡ് ആയിട്ടുള്ള അവർ കൊണ്ടുപോയിട്ട് അവർക്കും കംഫർട്ട് ആയിരുന്നു, ഒരു കുഴപ്പവും വന്നില്ല. പക്ഷേ നേരെ മറിച്ച് ഞാൻ താറിൽ ചെയ്യാൻ പോയിരുന്നു, എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തിരുന്ന താറിൽ ചെയ്യാൻ പോയിരുന്നു. പക്ഷേ ആ താറിൽ പോകുമ്പോൾ ഒരു ബോഡി റോളിംഗുള്ള അത്ര അതിനേക്കാൾ ഒരു കംഫർട്ട് തോന്നിയിട്ടുണ്ട്. ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ? ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ഒരു ഗ്ലോബൽ ഒരു പ്രൂവൻ വണ്ടിയാണ്, മാരുതിയുടെ ഒരു പ്രൂവൻ വണ്ടി, ഗ്ലോബൽ ഒരു ഇതാണ്, ഐക്കണിക് വണ്ടിയാണ്. കാരണം ഈ ഒരു വണ്ടിയാണ് ഇപ്പോൾ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഈവൻ ചിലപ്പോൾ 3 ഡോർ ആയിരിക്കും കാണുമ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ. പക്ഷേ എന്നാൽ കൂടി ജിംനി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ പ്രൂവൻ വണ്ടിയാണ്, ഒരു ഐക്കണിക് വണ്ടിയാണ്. എനിക്ക് അതിൻ്റെ ക്യൂട്ട്നെസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയൊരു ഫീച്ചർ എന്താണ് ഇതിനകത്ത്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ഓടിച്ച് വരുന്നേ ഉള്ളൂ. ആ ട്രെയിനിങ് റേഡിയസിൻ്റെ ഒരു പ്രശ്നം, അതുപോലെ സീറ്റ് ബെൽറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട്, ഒരു നല്ല ഹൈറ്റ് ഉണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ.
ബാക്കി ഒന്നും മാരുതിൻ്റെ അങ്ങനെ ഒരു എനിക്ക് ഒരു ഇത് തോന്നിയില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഓഫ് റോഡിങ് വെഹിക്കിളും ഒരു സിറ്റി റൈഡിനുള്ള വെഹിക്കിളും കൂടി നമ്മൾ ഒരു കോമ്പിനേഷൻ നല്ലൊരു എത്ര രൂപയായി ഓൺ-റോഡ്? എനിക്ക് ഞാൻ ഒരു ഓഫർ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു എടുത്തിരുന്നത്. ഒരു 2 ലക്ഷം രൂപയുടെ ഓഫറുള്ള ടൈമിലായിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയതായിട്ടില്ല. ഓൺ റോഡ് എനിക്കൊരു 15 ആയിട്ട് ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് അക്സസറീസ് ഒക്കെ കുറച്ച് ടയറൊന്ന് ചേഞ്ച് ചെയ്തു ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട്. ടയറും ചേഞ്ച് ചെയ്തു. അല്ല, ഓഫ് റോഡിങ് പോകാറുണ്ടോ? ഞാൻ പോയിരുന്നു. ഞാൻ അടുത്തിപ്പോൾ വാൾപ്പാറ പോയിരുന്നു. വാൾപ്പാറ പോയിരുന്നു കഴിഞ്ഞ ഒരു 15 days ബാക്ക്. നല്ലൊരു പെർഫോമൻസ് ചെയ്തു. പറയുമ്പോൾ ഞാൻ ഓഫ് റോഡിങ് പോയിട്ട് താറുണ്ടായിരുന്നു. ഒപ്പം അവർ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു. ഒരു 1-2 ആൾക്കാരുണ്ടായിരുന്നു. വളരെ നല്ല. എനിക്ക് മനസ്സിലായ കാര്യം, ഞാനിത് ഓഫ് റോഡൊക്കെ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ബോഡി റോളൊന്നും ഇല്ല ഓഫ് റോഡിൽ. ഓഫ് റോഡിങ് പിന്നെ ഇതിന്റെ സസ്പെൻഷൻ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. സസ്പെൻഷൻ വളരെ ബ്യൂട്ടിഫുൾ സസ്പെൻഷൻ. ഒരു കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു സിറ്റി റൈഡുകളും കൂടുതൽ ഓഫ് റോഡിൽ പോകുമ്പോൾ ശരിക്കും അതിന്റെ ഫീൽ ഭയങ്കര കംഫർട്ട്. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് ഇരിക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു. ശരിക്കും പറഞ്ഞാൽ താറിന്റെ കാര്യത്തിൽ താറിനെ കാണാനുള്ള ഒരു ഗും ഒഴിച്ചു നിർത്തിയാൽ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ്. പ്രാക്ടിക്കാലിറ്റി കൂടുതൽ ഫംഗ്ഷനാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും നോക്കുമ്പോൾ പിന്നെ മൈലേജ് നോക്കിയാൽ അതിന് മൈലേജ് ഇല്ല. റേസിലാണെങ്കിലും അതിന് മൈലേജ് ഇല്ല. ആവറേജ് എനിക്ക് അതൊരു 12 കാണിക്കുന്നുണ്ട്. പക്ഷേ 12.4. ആണല്ലേ? എന്റെ പിന്നെ 10.1 സ്റ്റക്കാന്ന് തോന്നുന്നു. 9.1 അത് ഓട്ടോമാറ്റിക് ആണ്. ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ചിലപ്പോൾ. പക്ഷേ എനിക്കത് സിറ്റിയിൽ ഈ പറഞ്ഞ പോലെ 9 കിട്ടുന്നുള്ളെങ്കിലും 15.9 കിട്ടി എനിക്ക് ഒരിക്കൽ കോയമ്പത്തൂർ ഒക്കെ പോയപ്പോൾ. ശരി, കിട്ടി. അപ്പോൾ ഈ ദീർഘദൂര യാത്രയിൽ സ്റ്റെബിലിറ്റി പ്രശ്നം എന്തെങ്കിലും ഫീൽ ചെയ്തു? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റെബിലിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം ഭയങ്കര കംഫർട്ട് ആയിരുന്നു. കാരണം ഒന്നാമത് ഇരിക്കുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ കംഫർട്ടബിൾ നോക്കുന്നു. പാസഞ്ചേഴ്സിനെ കംഫർട്ട് ചെയ്ത് നോക്കിയിരുന്നു. കാരണം വളരെ കംഫർട്ട് ആയിരുന്നു. അവർക്ക് ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നം. സാധാരണ യൂഷ്വൽ കേസ് ഫാമിലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് വേറെ എർട്ടിക ഉണ്ട്. നിങ്ങൾ ഈവൻ എർട്ടികയിൽ പോകുമ്പോൾ വരെ ചിലപ്പോൾ ഫാമിലിക്ക് ചിലപ്പോൾ ഒരു ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഒരു ഗിഡിനെസ് ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. വളരെ കംഫർട്ട് ആയിരുന്നു. ഹൈറ്റ് കൂടുതലായിട്ട് ഇരുന്ന് ഉള്ള ഒരു ശരിയാണ്, തീർച്ചയായിട്ടും. അപ്പം ഈ പറഞ്ഞ പോലെ പല വെറുതെ ആവശ്യമില്ലാതെ ചീത്തപ്പേര് വന്നൊരു വണ്ടിയാണ് ജിംനി എന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ അതാണ് ആവശ്യമില്ലാതെ ചീത്തപ്പേര് വന്നിട്ടുണ്ട്. കാരണം ഇതൊരു റൂട്ട് കൂടെ പോകുമ്പോൾ ആൾക്കാർ ഇപ്പോഴും നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത് അത്ര അധികം ഇറങ്ങുന്നില്ല എന്നൊരു സംഭവമാണ്. എനിക്ക് ഏറ്റവും തമാശ വന്നത്, ഞാൻ ഇത്ര ഈ ജിംനിയുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ താഴെ ഓരോരുത്തരുടെ കമന്റ് വരും, ചേട്ടൻ എന്തായാലും അബദ്ധം പറ്റിയല്ലേ, എന്നിട്ട് അത് അബദ്ധം മറയ്ക്കാൻ വേണ്ടിയാണല്ലോ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് സത്യമായിട്ട് അബദ്ധമായിട്ട് തോന്നില്ല. ഞാൻ വളരെ ഹാപ്പിയാണ് വണ്ടിയുടെ കാര്യത്തിൽ. തന്നെയല്ല, നമുക്ക് സിറ്റിയിലൊക്കെ ഓടിച്ചു ഇത്ര സുഖമുള്ളൊരു വണ്ടിയിൽ ഹൈറ്റ് കൊണ്ട് ഈ പറഞ്ഞ പോലെ വളരെ കോമ്പാക്ട് സൈസ്, എവിടെ പാർക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. ആകെ ഈ മൈലേജ് ഇത്തിരി കുറവുണ്ട്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഈ ഒരു 1.2 ലിറ്റർ എഞ്ചിനൊക്കെ ഉള്ള വണ്ടികൾക്കൊക്കെ 10ഒക്കെയാണ് സിറ്റി കിട്ടുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ അതും കുറവൊന്നും പറയാനില്ല. പിന്നെ ടേണിംഗ് റേഡിയസ് തീർച്ചയായിട്ടും ഒരു പ്രശ്നമാണ്. സിറ്റി സ്ഥിരമായിട്ട് ഓടിക്കും. യു ടേൺ ഒരു പ്രശ്നമാണ്. ഇടയ്ക്കൊന്ന് നാണം കെടും. അപ്പോൾ എന്തായാലും ദീർഘകാലം ഓടിക്കാൻ തന്നെയാണ് ദീർഘകാലം ഓടിക്കാൻ തന്നെയാണ് വരിക. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ജിംനി ഓണേഴ്സിനോട് ചോദിച്ച് നമ്മളൊന്ന് ഹാപ്പി ആകുന്ന ഒരു കാര്യം ഉണ്ടായത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം ഹാപ്പി മോട്ടറിംഗ്. താങ്ക് യു സർ. ഹോണ്ടയുടെ മോഡലുകളിലെ ഏറ്റവും മികച്ച മോഡൽ ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് സിവിക്കാണ് എന്നുള്ള കാര്യമായിരിക്കും. പക്ഷേ ഈ ഹോണ്ട ഈ വാഹനം ഇന്ത്യയിൽ കൊണ്ടുവന്ന സമയത്തോടെ പ്രൈസിങ് ഒന്നും ശരിയായില്ല എന്നുള്ളതാണ് പലരും ഇതിന് വിട്ടുപോയത്. പക്ഷേ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ഏറ്റവും അധികം ആവശ്യക്കാരുള്ളൊരു വാഹനമാണിത്. കണ്ണടച്ച് വാങ്ങിക്കാം. അത്രയും ഗംഭീരമായ പെർഫോമൻസും നല്ല കംഫർട്ടുള്ള വാഹനമാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണോ സിവിക്കിൻ്റെ ഈ ഓണർ വിചാരിക്കുന്നത്? നമുക്ക് ചോദിച്ചു നോക്കാം. നമസ്കാരം. പേര്? എൻ്റെ പേര് ആൻറ്റോ. എന്ത് ചെയ്യുന്നു? എനിക്ക് ബിസിനസ്സാണ്. എനിക്ക് ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതായത് ഈ പ്ലംബിംഗ് പ്രൊഡക്ട്സ്, സാനിറ്ററി വെയർ അതൊക്കെ വിൽക്കുന്ന ഒരു ഫേമാണ്. അത് കടവന്തറയിലാണ്. പേരെന്താ? ഐശ്വര്യ സെയിൽസ്, കലൂർ കടവന്തറ റോഡ്. അപ്പോൾ ഇത് സെക്കൻഡ് ഹാൻഡ് എടുത്താണെന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ്. എടുത്തിട്ട് ഒരു 1 year ആവുന്നുള്ളൂ. ഞാനത് എടുക്കുന്നതിന് മുന്നേ ബൈജുവിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ട് റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് മേടിച്ചത്. എന്താണ് സിവിക്ക് മനസ്സിൽ വരാൻ കാരണം? ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ സെഡാൻ മാർക്കറ്റ് ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാറ്റഗറി. അപ്പോൾ എല്ലാവരും ക്രോസ് ഓവറുകളുടെയും SUV-കളുടെ ഒക്കെ പുറകെയാണല്ലോ. അപ്പോൾ നമ്മൾ ആ ട്രെൻഡിൽ നിന്നൊന്ന് മാറി നിന്നതാണ്. ഒരു ഡിഫറൻ്റ് ആയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്നുള്ള കൺസെപ്റ്റിലാണ് ഇതിലേക്ക്. അതുവരെ ഏതായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഫോർച്യൂണർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഫോർച്യൂണറുകൾ സാധാരണഗതിയിൽ ആരും അങ്ങനെ സെഡാനിൽ നിന്നും ഫോർച്യൂണറിലേക്ക് അല്ലെങ്കിൽ SUV-ലേക്ക് പോകുന്നില്ല. അത് SUV-യിൽ നിന്ന് തിരിച്ച് സെഡാനിലേക്ക് പോകാറില്ല. അത് പാരൻസിനൊക്കെ പോകാനുള്ളൊരു കയറാൻ ഇറങ്ങാനുള്ള കംഫർട്ട് അതിൽ ഉണ്ടായിരുന്നില്ല ഫോർച്യൂണറിൽ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ സെഡാനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സിവിക്ക് എന്ന് പറയുന്ന മോഡൽ എന്താ മനസ്സിൽ വരാൻ കാര്യം? സിവിക് പണ്ട് വീട്ടിലൊരു ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു, ഡോൾഫിൻ മോഡൽ. അപ്പോൾ അത് നല്ലൊരു പ്രൊഡക്റ്റാണ്, ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഹോണ്ട എന്ന ബ്രാൻഡിനോടൊരു നമുക്കൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് ഹോണ്ടയിലേക്ക് ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഇത് കിട്ടാൻ ഇപ്പോൾ അത്ര അധികം ഒന്നും വിറ്റ വണ്ടി അല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ അത്ര സജീവമല്ല സിവിക്ക്. അപ്പോൾ എങ്ങനെ തപ്പിയെടുത്തു? ഞാനത് OLX നോക്കി. അപ്പം നല്ലൊരു കാറ് കണ്ടു. പിന്നെ ബൈജേൻ്റെ ഒക്കെ വീഡിയോസ് റിവ്യൂ വീണ്ടും എടുത്തു നോക്കി. ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറായിരുന്നു. പിന്നെ ഇത് മനസ്സിൽ നിന്ന് മറന്നുപോയി. കാരണം ആ കൂടി 5000 യൂണിറ്റ്സ് ഇന്ത്യയിൽ വിറ്റിട്ടുള്ളൂ. എനിക്ക് എറണാകുളത്ത് ഒരു 3 or 4 കാർസേ ഉള്ളൂ. അപ്പോൾ പിന്നെ വീണ്ടും OLX നല്ലൊരു വണ്ടി കണ്ടപ്പോൾ ഞാനത് ഓപ്റ്റ് ചെയ്തു. ശരി. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു?
ഒരു ഹോണ്ട സിറ്റിയുടെ പുതിയ ഹോണ്ട സിറ്റിയുടെ പ്രൈസേ ആയിട്ടുള്ളൂ ഇത്. അതായി അത്രയും അല്ലേ? കാരണം ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. 28 lakhs ഓൺ റോഡ് വന്നിരുന്നു, പ്രൈസ് വന്നിരുന്നു. സിറ്റി ZX, സോറി സിവിക് ZX എന്ന് പറയുന്ന മോഡൽ. ഏത് മോഡലാണ്, ഏത് വർഷമാണ്? 2020 മോഡൽ. 2020? അതെ, അത്ര മഴക്കമുള്ളൂ. 3 years പഴക്കമുണ്ടായി. എനിക്ക് 2020 തോന്നുന്നു സിവിക്ക് നിന്നതും. 2021 ഫസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്തു. അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സെഡാനാണ്. ആ ഒരു എക്സ്പെക്ടേഷനൊക്കെ ഇത് മീറ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇത് ഞാൻ റിവ്യൂസിലൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സിവിക് ടൈപ്പ് 6 അതേ പ്ലാറ്റ്ഫോം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ്ലിങ്ങും സ്റ്റെബിലിറ്റിയൊക്കെ ഇതിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് CVT ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കേപ്പബിലിറ്റി യൂസ് ചെയ്യാൻ ശരിക്കും എഞ്ചിനും ഗിയർ ബോക്സിനും പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങനെ തോന്നിയത് എന്താണ്? ലോങ് ഡ്രൈവിലൊക്കെ എന്താണ് CVTയുടെ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ശരിക്കും ഫീൽ ചെയ്തോ? നമ്മൾ മുന്നേ ഉപയോഗിച്ചിരുന്ന ഫോർച്യൂണറിൽ ടോർക്ക് കൺവെർട്ടർ ആണ്, പെട്ടെന്ന് തന്നെ സ്പീഡാവും. ഇത് അത്ര പെട്ടെന്ന് തന്നെ ആ പേസ് കയറത്തില്ല, നമ്മളൊന്ന് പേഷ്യൻസ് കാണിക്കണം. പക്ഷേ ഇതിൽ സ്പോർട്സ് മോഡ് ഉണ്ട്, പിന്നെ പാഡി ഷിഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് ഇതിൽ ആവറേജ് കാണിക്കുന്ന ഒരു 10 ഒക്കെ കാണിക്കുന്നുണ്ട്. ആവറേജ് ഈവൻ ഇൻ ഹൈവേ? അത്രയേ ഉള്ളൂ. ഞാൻ ഫുൾ ടാങ്ക് അടിച്ച് ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് 10 ഒരു റേഞ്ചിലേക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ ആ കാര്യത്തിൽ? സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് യൂസ് ഈ കാർ വളരെ കുറവാണ്. ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ഉപയോഗിക്കുമ്പോൾ പോകുമ്പോൾ മാത്രമേ ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ സിറ്റിയിൽ ഇതിൽ കുറച്ച് വലിയ ഒരു വാഹനം ആയതുകൊണ്ട് സിറ്റിയിൽ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഞാൻ സിറ്റിയിൽ ചെറിയൊരു കാർ വേറെ ഉപയോഗിക്കുന്നുണ്ട്, ഡെയിലി യൂസിന് വേറെ കാർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് വല്ലപ്പോഴും ഫാമിലി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോവുക, ആ ഒരു കൺസെപ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഏറ്റവും ആധുനികമായ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കുറവായിരിക്കും അല്ലേ? എങ്കിലും മോശമല്ല അല്ലേ? പക്ഷേ അതിനെ നമ്മൾ ഈ വണ്ടി ഓവർകം ചെയ്യുന്നത് അതിന്റെ സ്റ്റെബിലിറ്റി, ഹാൻഡ്ലിങ്, പിന്നെ സേഫ് ആണ്. എനിക്ക് മനസ്സിലായത് ആസിയാൻ കൺട്രീസിലുള്ള സേഫ്റ്റി റേറ്റിംഗ്സിൽ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അതൊരു ബ്രോഷറിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. US പോലും ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഹോണ്ടയുടെ മോഡൽ സിവിക് ആണല്ലോ. അതെ, തീർച്ചയായും. അപ്പോൾ ഇത് ആളുകൾ കാണുമ്പോൾ ഇത് പലപ്പോഴും പുതിയ മോഡൽ സിറ്റി ആണോ എന്ന് ചോദിക്കാറുണ്ട്. സിവിക് ആണെന്ന് ആളുകൾക്ക് അറിയത്തില്ല. സിവിക്ക് ഇപ്പോൾ 2021 നിന്ന് പോയതുകൊണ്ട് പിന്നെ കാണുമ്പോഴത്തേക്ക് എന്താണ് സംഭവം എന്നൊരു തോന്നലുണ്ടാവും. എങ്ങനെയാണ് സർവീസ് കോസ്റ്റ്? ഞാനിപ്പോൾ ജസ്റ്റ് 5000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അപ്പോൾ സർവീസിനുള്ള സമയം ആയിട്ടില്ല. ഓൾറെഡി സർവീസ് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്, ഞാൻ മേടിച്ചത്. എത്ര ഓടിയിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിക്കുമ്പോൾ? 25,000 ഓടിയുണ്ടായിരുന്നു. അത് നല്ല ബൈക്കാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നന്നായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആണെന്ന് വണ്ടി കണ്ടാലും മനസ്സിലാവും. അപ്പോൾ ഇനി കുറേ കാലം ഇത് ഓടിക്കാൻ തന്നെയാണോ പരിപാടി? മാക്സിമം ഡ്രൈവ് ഇത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ കുറേ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അത് ഇലക്ട്രിക് കാറുകൾ. അപ്പോൾ ഇലക്ട്രിക് കാറുകളിലേക്കൊക്കെ ഒന്നും നോക്കിയില്ല അന്ന്? നമ്മൾ ഫാമിലി ആയിട്ട് ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ ഇലക്ട്രിക് അത്ര നമുക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഓടിച്ച് നോക്കിയിട്ടില്ല. എനിക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനോടാണ് ഇപ്പോഴും താല്പര്യം. അപ്പം നമുക്ക് ആ സൗണ്ട് കേൾക്കണം ഓടിക്കുമ്പോൾ. അതെ, ശരി. അത് പലരുടെ പെട്രോൾ ഹെഡ്സിൻ്റെ ഒരു ആവശ്യം അതാണ്. അപ്പോൾ ഇതിപ്പോൾ ഏറ്റവും പുതിയ അല്ലാത്ത ധാരാളം വാഹനങ്ങൾ വരുന്നല്ലോ. ഏതെങ്കിലും തരത്തിൽ പുതിയൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മനസ്സിലൊരു കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഒരു പുതിയൊരു വണ്ടി? ഇല്ല, ഞാനിപ്പോൾ ജസ്റ്റ് 1 year ആവുന്നുള്ളൂ ഇത് മേടിച്ചിട്ട്. അപ്പോൾ ഫോർച്യൂണർ ഇപ്പോഴും ഉണ്ട് കയ്യിൽ? ഇല്ല, അത് കൊടുത്തു. അപ്പോൾ ഒരു SUV-യുടെ ആവശ്യം തോന്നുന്നില്ല ഇപ്പോൾ? ഇല്ല, തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് വെച്ചു. ഈ ഫോർച്യൂണർ എന്താണ് ഇപ്പോൾ, ഏത് മോഡലായിരുന്നു അത്? 2014 മോഡലായിരുന്നു. ഹാപ്പി ആയിരുന്നോ വണ്ടിയുടെ കാര്യത്തിൽ? അത് നല്ല ഹാപ്പി ആയിരുന്നു. അത് നല്ല പവർഫുൾ ഉള്ള എഞ്ചിനാണ്. പിന്നെ ടൊയോട്ടയുടെ ഒരു റിലയബിലിറ്റി ഉണ്ടല്ലോ. അതിൽ കംഫർട്ട് അത്ര നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബോഡി റോൾ ഉണ്ടായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഫോർച്യൂണർ വാങ്ങിക്കുന്നത്? ഫോർച്യൂണർ എല്ലാവർക്കും ഒരു ആവേശമാണ്. ഫോർച്യൂണറിന്റെ റോഡ് പ്രസൻസ്. ഞാൻ ഇനിയും ഫോർച്യൂണർ മേടിക്കാന്ന് വെച്ചാൽ ഇനിയും മേടിക്കും. ഈ ബോഡി റോൾ ഒന്നും ഒരു പ്രശ്നമല്ല. ചെറിയ വണ്ടി ഏതാ ഉപയോഗിക്കുന്നത്? പോളോ. ഏത് മോഡലാ? 1 liter MPA എഞ്ചിൻ. അത് ഹാപ്പിയാണോ? അത് പവർ കുറച്ച് കുറവാണ്, പക്ഷെ എൻ്റെ ഡെയിലി യൂസിനെല്ലാം അത് ഓക്കെയാണ്. സിറ്റി യൂസിനൊക്കെ വളരെ കംഫർട്ടബിൾ ഓടിക്കാനൊക്കെ ആയിട്ട്, പാർക്ക് ചെയ്യാൻ ഈസിയാണ്. ശരിയാണ്. അതിൻ്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് പൊതുവെ ഫോക്സ്വാഗൺ കുറച്ച് ഹയർ സൈഡിലാണെന്നാണ് പൊതുവെ പറയുന്നത്. എനിക്കധികം സർവീസ് അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ആ വണ്ടിയിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്കത് ഹൈവേയിൽ ഞാൻ യൂസ് ചെയ്യാൻ കാറ്. അപ്പോൾ സിറ്റിയിലും ഹൈവേയിലും ഒരേപോലെ പോളോ യൂസ് ചെയ്യാൻ പറ്റും. അത് വേറൊരു കാരണം ഞാൻ അധികം കണ്ടിട്ടില്ല. അത് ജർമ്മൻ വാഹനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതെ. അപ്പോൾ എന്തായാലും വളരെ ആഗ്രഹിച്ച് സിവിക്ക് തപ്പിയെടുത്തു. സിവിക്കിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റവും പറയാനില്ല. കാരണം സിവിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങളും അതിനൊരു അഡിക്റ്റായിട്ട് മാറും. ഈ ഹോണ്ടയുടെയൊക്കെ ഇന്ത്യയിലെ പ്ലാനുകൾ എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഈ ഇത്രയും നല്ല പ്രൊഡക്ട്സ് കയ്യിലുണ്ടെങ്കിലും ആകെ ഒരു ഹോണ്ട സിറ്റി പറ്റുള്ള കളിയാണ്. ഇപ്പോഴാണ് ഒരു എലിവേറ്റ് വന്നത്. ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ എന്തുകൊണ്ട് ഹോണ്ട നിലനിർത്താതെ പോകുന്നു ഇന്ത്യയിൽ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ പലപ്പോഴും ഞാനിപ്പോൾ ഇന്നലെ മാരുതിയുടെ കാര്യത്തിലും പറഞ്ഞതാണ്, ഒരു ചിറ്റമ്മ നയമുണ്ട്. കാരണം പുതിയ സ്വിഫ്റ്റ് വന്നപ്പോൾ CVT എല്ലായിടത്തും ഉണ്ട് ലോകത്ത്. ഇവിടെ വന്നപ്പോൾ AMT. എന്നാൽ ഏറ്റവും അധികം സ്വിഫ്റ്റ് വിൽക്കുന്ന രാജ്യം ഇന്ത്യയുമാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ ചിറ്റമ്മ നയം എന്ന് പറയുന്ന സാധനം നമുക്ക് സിവിക്കിൻ്റെ കാര്യത്തിൽ കാണാം.
പക്ഷേ അങ്ങനെയുള്ള എൻത്യൂസിയാസ്റ്റുകൾ സെക്കൻഡ് ഹാൻഡ് തപ്പിയെടുക്കുക ഇനിയിപ്പോൾ നിവർത്തിയുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ബൈജേട്ടാ, താങ്ക് യു വെരി മച്ച്. എന്തായാലും എന്താണ് ബൈജേട്ടൻ്റെ ഒരു ഫാൻ കൂടിയാണ്. താങ്ക് യു ശരി. താങ്ക് യു. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ സെഡാൻ വാങ്ങിക്കാൻ വേണ്ടി ഈ ഉപദേശമൊക്കെ ചോദിച്ച് വിളിക്കുന്ന പലരും രണ്ട് വാഹനങ്ങളുടെ കാര്യമാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഒന്ന് സ്കോഡ സ്ലാവിയയും മറ്റൊന്ന് ഫോക്സ്വാഗൺ വെർട്ടിസും. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും താല്പര്യമുള്ള സെഡാനുകളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ സെഡാനുകളിൽ നിന്ന് ആൾക്കാരുടെ മനസ്സ് കുറേ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തായാലും നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു സ്കോഡ സ്ലാവിയ ഓണറിനാണ്. നമസ്കാരം. നമസ്കാരം. പേര്? കൈലാസ്. എന്ത് കൈലാസ്? ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് SH ഇപ്പോൾ തേർഡ് ഇയറിലേക്ക് കയറാൻ പോകണം. ഡിഗ്രി. ശരി. അപ്പം ഫാദറിൻ്റെ വണ്ടി ആയിരിക്കണമല്ലോ? അല്ല, ഇത് എൻ്റെ വണ്ടിയാണ്. അപ്പം അങ്ങനെ സമ്പാദിച്ചു വാങ്ങിച്ചോ പൈസ? അല്ല, അങ്ങനെയല്ല. അച്ഛൻ അവരൊപ്പം നിൽക്കുക, അവരുടെ ബിസിനസ്സിൽ അടക്കി പോകാറുണ്ട്. ഓക്കെ. അവർക്കൊരു കണ്ടംപററി ആർട്ട് ഗാലറിയാണ് മട്ടാഞ്ചേരിയിൽ, ഗാലറി 27. ഗാലറി ഞാൻ കണ്ടിട്ടുണ്ട്. ശരി. അത് എത്ര കാലം ഇപ്പോൾ ഫാമിലി ഗാലറി ബിസിനസ്? 2007 തുടങ്ങിയതാണ്. ആണല്ലേ? അത്രയും പഴയത്? അതിനു മുമ്പ് ചൈതന്യ ആർട്ട് ഗാലറി എന്നായിരുന്നു പേര്, പിന്നെ പേര് മാറിയത്. ചൈതന്യ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഈ പേരായ പിന്നെ ഞാൻ അധികം കണ്ടിട്ടില്ല. ചൈതന്യ ഫേമസ് ആയിരുന്നു. അപ്പം ഞാനപ്പോൾ 12th ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കിത് 2021 ഇത് ലോഞ്ച് ആയത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ സെഡാനോടായിരുന്നു വീട്ടിൽ താല്പര്യം. വീട്ടിലേതാ വേറെ വണ്ടി? വീട്ടിലൊരു ഇപ്പോൾ എക്കോസ്പോർട്ട് ഉണ്ടായിരുന്നു, അത് റീസെൻ്റ്ലി ഇപ്പോൾ കൊടുത്തു, അതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അത് ആക്ച്വലി നല്ലൊരു ഡീലായിരുന്നു. ഞാനത് സെക്കൻഡ് മേടിച്ചാണ്, എടുത്ത വിലയ്ക്ക് തന്നെ കൊടുത്തത്. ശരി. ഇരട്ടി ഓടിച്ചത് എടുത്ത വിലയ്ക്ക് തന്നെ കൊടുത്തത്. ഇപ്പോൾ ഫോർഡ് തിരിച്ചു വരുന്നെന്തോ കൂടി, അപ്പോൾ ആ ഒരു ഡിമാൻഡിൽ അത് കൂടി, എടുത്ത വിലയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റിയത്. ഇപ്പം ഞാൻ നേരത്തെ സംസാരിച്ച ആളോട് ചോദിച്ച പോലെ സാധാരണഗതിയിൽ എല്ലാവരും ഇപ്പോൾ ഒരു സെഡാനിൽ നിന്നും നേരെ ഗ്രാജുവേറ്റ് ചെയ്ത് SUV-യിലേക്ക് എത്തുന്ന പതിവാണുള്ളത്. അപ്പോൾ ഇതിപ്പോൾ SUV-യിൽ നിന്ന് തിരിച്ച് താഴേക്കാണല്ലോ? അല്ല, അങ്ങനെയല്ല. 2 വണ്ടി ഉണ്ടായിരുന്നു. അത് എക്കോസ്പോർട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് വേറൊരു SUV-യിലേക്ക് തന്നെ പോകുള്ളൂ. അച്ഛനമ്മയ്ക്ക് വേണ്ടി അവരായിരുന്നു അത് കൂടുതൽ ഓടിച്ചോണ്ടിരുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് സെൽറ്റോസിലേക്കാണ് ഇപ്പോൾ നോക്കുന്നത്. ഇതവിടെ ഉണ്ട്. ഇത് എനിക്കും അച്ഛനമ്മയ്ക്ക് സെഡാൻ തന്നെ താല്പര്യം. പക്ഷെ അവർക്കെന്ന് പറഞ്ഞാൽ കുറേ ട്രാവൽ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു പ്രശ്നമുണ്ടായിരിക്കും, ചിലപ്പോൾ SUV ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 2 വണ്ടികൾ ഒരേപോലെ ബോഡി പാനൽ അടക്കം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം അടക്കം എല്ലാം ഒന്നാണ്, വെർട്ടിസും ഇതും. പിന്നെ എന്തുകൊണ്ടാണ് സ്കോഡയിലേക്ക് എത്തിയത്? ഫസ്റ്റ് വന്ന ഇതാണല്ലോ. എനിക്ക് വന്നപ്പോൾ തന്നെ ഇത് ഇഷ്ടപ്പെട്ട് ഇത് എടുക്കണമെന്നായിരുന്നു. പക്ഷേ ഞാൻ മേടിക്കണ സമയത്ത് വെർട്ടിസ് ലോഞ്ച് ചെയ്യാനുണ്ടായിരുന്നല്ലോ. പിന്നെ അപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൽ സബ്ബൂഫറും ആംപ്ലിഫയറൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിൽ വന്നിട്ടുണ്ട്. എനിക്ക് പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്, സ്ലാവിയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിനു മുമ്പ് വീട്ടിൽ യൂറോപ്യൻ വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടോ? യൂറോപ്യൻ ഇതുണ്ടായിരുന്നു, റെനോ സ്കാല ഉണ്ടായിരുന്നു. സ്കാല ഉണ്ടായിരുന്ന വളരെ അപൂർവം ചില ഒരാളാണ്. ഇപ്പോഴുണ്ടോ കയ്യിൽ? ഇല്ല, അത് കൊടുത്തില്ലേ. സ്കാല ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിരുന്നു. കാരണം അത് സ്കാലെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് അറിയില്ല വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ? ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഞാൻ ഏത് മോഡലാണ് ഇത്? 1.57 സ്പീഡ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ടോപ്പ് എൻഡ് മോഡലാണ്. ഇത് ഞാൻ കുറേ ഇപ്പോൾ ഒരു 35,000 കിലോമീറ്റർ ആയത്. എത്ര കാലം കൊണ്ട്? 2 years ആവണേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നല്ല ഓടിക്കലാണ്. ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5 months ഇതിന് 15,000 ഫസ്റ്റ് സർവീസ് തന്നെ. ഒരു 5-6 months തന്നെ എൻ്റെ സർവീസ് ആയി, 5,000 ആയി. കുറേ ലോങ് പോകുന്നുണ്ട്. ഞാനിപ്പോൾ തിരുപ്പതി പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ നല്ല റോഡാണല്ലോ, ഫുൾ ടോപ്പ് 203 km/h ടോപ്പ് സ്പീഡിൽ അങ്ങനെ പൊക്കോണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഓടിച്ചെന്നുള്ളതുകൊണ്ട് MBD പിടിക്കുമല്ലോ അവിടെ ആയതുകൊണ്ട്. ഇപ്പോൾ ഇത് പകർന്ന് നല്ല വീട്ടിൽ വന്ന് പിടിച്ചോണ്ട് പോയത്. അതിലൊക്കെ ആ സമയത്തൊക്കെ സ്റ്റെബിലിറ്റി പക്കയാണ്, ബ്രേക്ക് അടിപൊളിയാണ്. പക്ഷേ ഇതിപ്പോൾ ഇത് സെക്കൻഡ് സെറ്റ് ഓഫ് ഇതിൻ്റെ ബ്രേക്ക് പാഡൽ ഡിസ്കിലാണ്. സെക്കൻഡ് സെറ്റ് തീരാറായി ആക്ച്വലി 35,000. കാരണം 200-ലൊക്കെ നല്ല ഹാർഡ് ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ നല്ല വേറെ ടയർ ഉണ്ടാവും. ഇപ്പോൾ സെക്കൻഡ് സെറ്റ് ഓൾമോസ്റ്റ് തീരാറായെന്ന് തോന്നുന്നു. പാഡ് എന്ത് പൈസ ആകുന്നുണ്ട് പാഡൊക്കെ മാറ്റാൻ? എനിക്കത് ഓൾമോസ്റ്റ് പാഡും ഡിസ്കും കൂടി 15,000 അടുത്ത് വന്നു. ശരി. ഇച്ചിരി കത്തിയാണ് ഇത്രയും കാര്യങ്ങൾ. അത് തന്നെയാണ് ചോദിക്കാറുള്ളൊരു കാര്യം. ഇപ്പോൾ ഈ യൂറോപ്യൻ വണ്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും ഈ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ഒരു ടെൻഷൻ അതിലുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. പക്ഷേ അവർ ഈ 2 വണ്ടികളും 4 വണ്ടി മറ്റേ കുഷാക്കും ടൈഗണൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി സെയിൽസ് കൂട്ടാൻ വേണ്ടിയാണ് സർവീസ് പാക്കേജ്, വാറണ്ടി പാക്കേജ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വാറണ്ടി എടുത്തിട്ടില്ല, സർവീസ് എടുത്തിട്ടുണ്ട്. 4 years അല്ലെങ്കിൽ 4 സർവീസ്. ഇപ്പോൾ 2 സർവീസ് കഴിഞ്ഞു. ആ സർവീസ് എനിക്കിപ്പോൾ സെക്കൻഡ് സർവീസ് എനിക്കൊരു 7K. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൾമോസ്റ്റ് ഒരു 3-4K പാർട്സും ലേബറാണ്. കുറച്ച് പാർട്സ് എനിക്ക് മാറേണ്ടി വന്നു. അല്ല ചില കുറേ മൗണ്ട് എന്തോ ക്രാക്ക് വന്നപ്പോൾ അത് മാറേണ്ടി വന്നു. അത്ര വേണുള്ളൂ. 7K വന്ന പാക്കേജ് എടുത്തിട്ടും അത് ആ പാർട്സിന്റെ ലേബറിന്റെ ആണ് ചാർജ് വന്നേക്കുന്നത്. 7K മോശമല്ല. യൂറോപ്യൻ വണ്ടി ഇത്രയും സ്റ്റെബിലിറ്റി നല്ലൊരു ബിൽ ക്വാളിറ്റി ഉള്ള വണ്ടി ആയതുകൊണ്ട് മോശമല്ല. പാക്കേജ് എടുത്തോണ്ടാണത്. ഇത് ഫുള്ളി ലോഡറാണ് എങ്കിൽ പോലും ഞാൻ ചോദിക്കണം, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്നൊരു ഫീച്ചർ ഉണ്ടോ? ക്യാമറയും 360 ക്യാമറയും പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ്. പിന്നെ ഇപ്പോഴത്തെ സ്ലാവിലും വേർഡ്സിൽ ഇലക്ട്രിക് സീറ്റ് വന്ന് ഇതിൽ ഇലക്ട്രിക് ഇല്ല. അതൊക്കെ പക്ഷെ എന്നാലും നമ്മൾ ഇത് സെഡാൻ ഹൈവേയിൽ ഓടിക്കുമ്പോൾ ആ ഹൈ സ്പീഡിൽ ഓടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് അത് വേറൊരു വണ്ടിയും കിട്ടില്ല.
ഇപ്പൊ ഈ പറഞ്ഞ SUV ക്കൊന്നും കിട്ടില്ല. SUV കിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ സെൽറ്റോസ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ടിലുള്ളതുകൊണ്ട് ബാക്ക് ടു ബാക്ക് ഓടിക്കും. സെൽറ്റോസ് ഓടിക്കും, XUV 300 ഇതൊക്കെ ബാക്ക് ടു ബാക്ക് എപ്പോഴും ഓടിക്കും. ഹൈവേയിൽ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് ആ വണ്ടിയിലില്ല. ഇല്ല, ഒരിക്കലും കിട്ടില്ല. ശരിയാണ്. ഇവിടെ നമ്മുടെ പാലക്കാട് ഹൈവേയിൽ ആ ഒരു ഈ സ്പീഡിൽ ആ വണ്ടി ഒന്നും അങ്ങനെ കോൺഫിഡൻസ് കിട്ടില്ല. കിട്ടില്ല. സത്യമാണ് അത്. ശരിക്കും അത് കാറ്റ് പിടിക്കുന്നതെന്ന് പോലും തോന്നും ഈ SUV ഒക്കെ ആകുമ്പോൾ. അതെ. ആ ഒരു ടേണിങ്ങിലൊന്നും ഭയങ്കര ബോർഡർ റോളായിരിക്കും. ഇതിൽ ആ കുഴപ്പമില്ല. എന്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും? എനിക്കിപ്പോൾ സിറ്റിക്കകത്ത് ഹെവി ട്രാഫിക് ഒക്കെ ആണെങ്കിൽ ഒരു 7, 8. നോർമലാണെങ്കിൽ ഒരു 8, 9 ഒക്കെ നോർമലാണ്. അത് സിറ്റിക്കകത്താണ്. ഹൈവേയിൽ മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ 15, പൊളിച്ച് ഓടിക്കുകയാണെങ്കിൽ എത്ര പൊളിച്ച് ഓടിച്ചാലും എനിക്ക് 11 താഴെ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഹൈവേ കൂടെ നല്ല റീസെലക്ട് ചെയ്ത് മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് 20 km/ലിറ്റർ മര്യാദയ്ക്ക്. പക്ഷേ ഈ വണ്ടി ഒന്നും ഒരിക്കലും നമ്മൾ അങ്ങനെ മര്യാദയ്ക്ക് ഓടിക്കില്ല. ഇത് കൈ കിട്ടി കഴിഞ്ഞാൽ പൊളിച്ച് പോകുള്ളൂ. ശരിയാണ്. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ? പാഡലുണ്ട്. എങ്ങനെയാണ് ഡൗൺ ഷിഫ്റ്റ്, രണ്ടുപേരും ഗിയർ ഡൗൺ ചെയ്യാം, പിടിച്ച് പോവുക. രസമാണ് ശരിക്കും പറഞ്ഞാൽ. അതെ, നമ്മളിപ്പോൾ ഈ സെഡാനുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെഡാനുകൾ ഇപ്പോൾ ആൾക്കാർ അധികം പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ SUV ഒരു എന്താ പറയുക, പല പ്രാക്ടിക്കൽ ഗുണങ്ങളും കൊണ്ട്. പക്ഷേ സെഡാൻ ഈസ് സെഡാൻ. അത് ബാക്ക് സീറ്റ് കംഫർട്ട് ആയാലും അത് ഓടിക്കാനുള്ള രസമാണല്ലോ സെഡാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ച ഈ ഹോണ്ട സിവിക്കിൻ്റെ ഓണറൊക്കെ പറഞ്ഞല്ലോ, അവരൊക്കെ SUV-യിൽ നിന്ന്, ഫോർച്യൂണറിൽ നിന്നാണ് സിവിക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഓടിക്കാനുള്ള രസമൊക്കെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഒരു ഫാമിലി വാഹനം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും സെഡാൻ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ അത് ഇപ്പോൾ ഏറ്റവും ദീർഘദൂരം പോയത് തിരുപ്പതിയാണോ? തിരുപ്പതി ആയിരിക്കണം. അപ്പോൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ? ഞാനും അച്ഛനും അമ്മയും. ബാക്ക് സീറ്റ് കംഫർട്ടും എല്ലാവരും ഓക്കെയാണ്? കംഫർട്ട് ഓക്കെയാണ്. ഓക്കെ, എന്നാൽ എനിക്ക് എടുത്തു പറയാനുള്ള പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് ബിൽ ക്വാളിറ്റി അല്ലേ? ഒരു ഷെല്ലിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീൽ തീർച്ചയായിട്ടും കിട്ടും. ആ ഫീൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവരൊക്കെ ഈ യൂറോപ്യൻ വണ്ടി ഒന്നും മാറില്ല എന്നുള്ളതാണ്. ഇപ്പം അടുത്തത് ഒന്നും മാറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വില കൂടിയ യൂറോപ്യൻ വണ്ടി അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. അങ്ങനെ വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ യൂറോപ്യൻ വണ്ടികൾ ഓടിച്ചു കഴിഞ്ഞാൽ. എങ്കിലും ഈ ചോദിക്കുകയാണ്, ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഓടിക്കാറുണ്ടോ? ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഞാൻ വോൾവോന്റെ XC40 റീചാർജ് കൂപ്പയില്ലേ, ഫ്രണ്ട് വയലുണ്ട്, അത് ഓടിച്ചിട്ടുണ്ട്. എന്താണ് ഈ പെട്രോൾ, ഒരു തികഞ്ഞ പെട്രോൾ ഹെഡ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള ഒരാൾ ഇലക്ട്രിക് ഓടിച്ചപ്പോൾ പവർ, ആ ടോർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കാലം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്കിലേക്ക് പോവാണ്. അത് ഇഷ്ടപ്പെട്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു. ഇലക്ട്രിക് എനിക്ക് താല്പര്യമാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പാഡൽ ഷിഫ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ശബ്ദം കേൾപ്പിച്ചൊക്കെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇലക്ട്രിക് വണ്ടികൾ ജീവനില്ലാത്ത വണ്ടിയായിട്ട് തോന്നിയിട്ടില്ല. അല്ല, അങ്ങനെയല്ല, ഇപ്പൊ ഉള്ളിടത്തോളം കാലം ഇത് ഉപയോഗിക്കുക. അല്ല, ഞാൻ ചോദിച്ചത് അത് ആ ഒരു അതിനൊരു ജീവനില്ലാതെ ഞാൻ പറഞ്ഞ ആ ഒരു പവർ, ആ ഒരു ഫീൽ മാത്രമല്ല. പക്ഷെ അതുപോലെ തന്നെ അന്ന് പോയപ്പോൾ അതിന്റെ ബാറ്ററി ഇറങ്ങുന്നത് അങ്ങനെ തന്നെയായിരുന്നു. അത്രയും പവറിൽ ഓടിക്കുമ്പോൾ ബാറ്ററി ഭയങ്കരമായിട്ട് മൈലേജ് പറയുന്ന പോലെ തന്നെ അതിന്റെ അത് അപ്പോഴാണ് ഈ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, വോൾവോ XC40 നമ്മൾ മലമ്പുഴയ്ക്ക് ഒരിക്കൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങോട്ട് മര്യാദക്കൊക്കെ പോയി നല്ല മൈലേജ്, തിരിച്ചപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചവിട്ടി പിടിച്ച് പോരുമ്പോൾ നമുക്ക് പേടിയാവും. ഇതിങ്ങനെ അവസാനം എനിക്ക് തോന്നുന്നു 10-15 കിലോമീറ്റർ ഓടാൻ ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ വോൾവോ ഷോറൂമിൽ തിരിച്ചുകൊണ്ട് വണ്ടി കൊടുക്കുന്നത്. അതെപ്പോഴും ഇലക്ട്രിക് വണ്ടികൾക്ക് ആ ഒരു റേഞ്ച് ആങ്സൈറ്റി ഉണ്ട്. അത് 1000-1500 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടികൾ വരുമ്പോഴേ നമുക്കിനി ആ റേഞ്ച് ആങ്സൈറ്റി കുറയുള്ളൂ എന്നൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഇത്രയും നമ്മൾ കേട്ടതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സ്ലാവിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന വാഹനമാണെന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും സ്കോഡയുടെ ഏത് വാഹനം പണ്ട് തൊട്ട് അങ്ങനെയാണ്. പിന്നെ ആദ്യകാലത്ത് സ്കോഡ എല്ലാവരും അടിച്ചു നിന്ന് സർവീസ് കോസ്റ്റിൻ്റെ കാര്യത്തിലാണ് കൊല വിളിക്കുമായിരുന്നു ആദ്യകാലത്ത്. പക്ഷേ ഇപ്പോൾ സർവീസ് പാക്കേജൊക്കെ വന്നതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിക്കാം. പക്ഷേ പാക്കേജ് എടുക്കണം അല്ലേ? എടുത്തില്ലെങ്കിൽ കൈവിട്ട് പോകുന്ന സംഭവമൊക്കെ വരും. അതുകൊണ്ട് ആദ്യം നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ അതിനുവേണ്ടി പൈസ മുടക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിക്കരുത്. അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് സുഖമായിട്ട് കൊണ്ടുനടക്കാവുന്ന വാഹനമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പുതിയൊരു ആർട്ട് ഗാലറിയൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുമായിരിക്കും അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ടൂർ മാക്സിൻ്റെ ധാരാളം പുതിയ പാക്കേജുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിൽ ഹിമാലയൻ ഒഡിസി കൂടാതെ തന്നെ കസാഖിസ്ഥാൻ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളുമുണ്ട്. അപ്പോൾ ടൂർ മാക്സിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, വിളിച്ചു നോക്കുക. പുതിയ പാക്കേജുകൾ എന്താണെന്ന് മനസ്സിലാക്കി ലോക യാത്ര ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.